ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. AI ഹീലിംഗ് ഹബിന്റെ മാജിക്കൽ ടോക്കിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്താണ് എല്ലാവരുടെയും വിശേഷം? ഹാപ്പിയാണെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോയിലൊക്കെ വന്നാല് ജമീലമ്മ മാത്രമേ ഉള്ളൂ അല്ലേ? കാണായിരുന്നു. ഞാനൊരു ഇപ്പോഴത്തൊരു കോട്ട്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോട്ട്, കാരണം റൂമിയുടേതാണ്. അപ്പം എന്താ വല്ലാണ്ട് ചിന്തിപ്പിച്ചൊരു കോട്ട്. എന്താന്ന് വെച്ചാല്, നമ്മൾ ബുദ്ധിമാനായിരുന്നപ്പം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഞാൻ ജ്ഞാനിയായപ്പോൾ ഞാൻ എന്നെ തന്നെ മാറ്റാന് തുടങ്ങി എന്നുള്ളത് സത്യമാണ്. നമ്മൾ മറ്റുള്ളവരെ മാറ്റുക എന്നതായിരുന്നു നമ്മുടെ ജീവിതത്തിലെ ഇത്രയും ജേണി. മറ്റുള്ളവർ മാറ്റുക, മറ്റുള്ളവരെ നന്നാക്കുക. അപ്പോഴും നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കാറില്ലായിരുന്നു. ലുക്ക് ഇൻസൈഡ് നമ്മൾ ഒരിക്കലും നോക്കില്ല, നമ്മൾ ലുക്ക് ഔട്ട്സൈഡ് ആയിരുന്നു. അപ്പൊ അതിനെന്ത് വേണം? നമുക്ക് അറിവ് നേടണം. അതിന് എല്ലാ ആഴ്ചയിലും അസീമാമ് അറിവ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മളെ സൗകര്യം പോലെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു തരത്തില് സൂമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ പല പ്ലാറ്റ്ഫോമുകളും നമുക്ക് അവൈലബിൾ ആണ്. ഒത്തിരി അറിവുകൾ, കാരണം അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ്. അറിവില്ലാത്ത ഒരു മനുഷ്യന് അല്ലെ, അറിവ് നമ്മൾ നിന്നോ അന്ന് നമ്മൾ മരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം അറിവിന് പ്രാധാന്യമുണ്ട്. എനിക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ ഇത്ര ഏജായി, ഇനിയിപ്പോ ഞാനാണോ അപ്പൊ മാറുന്നേ, ഞാനാണ് ഇനിയിപ്പോ പഠിക്കുന്നേ എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ചിലവരിലൊക്കെ കാണുന്നത്. എല്ലാവരിലും അല്ല, എന്നാലും ഇപ്പൊ കുറെ പുരോഗതി ഇതായിട്ടുണ്ട്. പക്ഷെ നമ്മളെ കുറിച്ച് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എത്ര ഏജ്ഡ് ആയോ അത്രയും ആയാലും നമ്മളെ കുറിച്ചുള്ള പഠനം തീരുന്നില്ല എന്നുള്ളതാണ്. നമ്മളിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങള്, നമ്മളുടെ സംസാര രീതികള്, നമ്മളെ സെൽഫ് ടോക്ക്, നമ്മളെ സംസാരം എങ്ങനെയാണോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ജീവിതവും നമ്മുടെ കർമ്മഫലവും എല്ലാം. നമ്മുടെ കർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ചാണ്, ആ കർമ്മത്തിനനുസരിച്ചാണ് നമ്മുടെ കർമ്മത്തിന്റെ ഫലവും നമ്മളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ടോക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട്, നെഗറ്റീവ്സ് വരാൻ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് ശ്രമിക്കണം എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ മാറ്റങ്ങളും. കാരണം അത്രമാത്രം നമ്മളെ സെൽഫ് ടോക്ക്, നമ്മളെ വായിൽ നിന്ന് വരുന്ന വേർഡ്സിനും നമ്മുടെ ചിന്തകൾക്കും അത്രമാത്രം പവർ ഉണ്ട്. നമുക്ക് ചിലത് ഇങ്ങനെ ഓർത്താൽ മതി, ചിലത് നമ്മൾ ചിന്തിച്ചിട്ട് വരുത്തിയതുണ്ടാവും. നമ്മുടെ സംസാരം കൊണ്ട് നമ്മൾ നിരന്തരം നെഗറ്റീവ് പറയുന്നു, നമ്മളിലേക്ക് ഓരോ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞു, നമ്മളെ തന്നെ ഒരുപാട് പഠിക്കാൻ, നമ്മളെ കുറിച്ച് തന്നെ ഒരുപാട് പഠിക്കാൻ നമുക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു മെഡിറ്റേഷനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു യു അസീമ. താങ്ക് യു സോ മച്ച് നസീറ മാം. അപ്പൊ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം. ആ ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഭാഗത്തു നിന്ന് തിരിച്ചു വന്നവരെല്ലാവരും ഒന്ന് വീഡിയോ മോഡിൽ വരിക. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്തൊക്കെ ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ എത്തുക. താങ്ക് യു സോ മച്ച്. നാം എപ്പോഴാണോ നമ്മെ തിരിച്ചറിയുന്നത്, ആ നിമിഷം മുതൽ നമ്മളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ്. ആ അത്ഭുതകരമായ മാറ്റം പലപ്പോഴും നമുക്ക് പലരോടും പറയാൻ സാധിക്കാതെ വരും. ഇപ്പൊ ഒരു മെഡിറ്റേഷൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി നമ്മൾക്ക് ആരോടെങ്കിലും ഒന്ന് പറയാൻ സാധിക്കുമോ?
അത് അത്ര വൈബായിരുന്നു അല്ലെങ്കിൽ നല്ലതായിരുന്നു എന്നല്ലാണ്ട് ആ ഒരു അനുഭൂതിയെ നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ കഴിയില്ല. അത് നമ്മൾക്ക് മാത്രമേ അറിയൂ എന്നുള്ളതാണ്. അതുപോലെയാണ് നമ്മളെ നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോ നമ്മളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നാം അറിയണ്ടേ? ആ അറിയുന്നതിലൂടെ നമ്മളിലേക്ക് എന്തൊക്കെയാ എത്തിച്ചേരുക എന്നും കൂടെ നാം അറിയുമല്ലോ. എന്നിൽ എന്തൊക്കെ, എൻ്റെ ഉള്ളില് എന്തൊക്കെ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയാൻ കഴിയൂ. എൻ്റെ ചിന്തകൾ എങ്ങനെയാണ്, എൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണ്, ഇല്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ഉള്ളിൽ നടക്കുന്ന സംസാരം എന്താണ്, ഇതൊക്കെയും നമുക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നാം അറിയേണ്ടത് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വേണ്ടതിനെയാണോ ഞാൻ ഭക്ഷിക്കുന്നത്, അതോ എനിക്ക് വേണ്ടാത്തതിനെയാണോ ഞാൻ ഭക്ഷിക്കുന്നത്? ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നതും എനിക്ക് വേണ്ടുന്നതാണോ ഞാൻ കൊടുക്കുന്നത്, അതോ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്നതിനെയാണോ ഞാൻ ഇങ്ങനെ എടുത്ത് എന്നിലേക്ക് എത്തിക്കുന്നത്? ഇന്നത്തെ ദിവസത്തെ ചിന്തകളെ കുറിച്ച് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എത്ര പേർക്ക് കണക്ട് ചെയ്യാൻ പറ്റി? ഇന്ന് ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എൻ്റെ ഉള്ളിൽ ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റി? ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ട് നോക്കിയേ. ആ ചിന്തകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? യെസ്. അതായത് നാം എപ്പോഴും ആ, എന്താ പറയാ, രാവിലെ ഉണരുന്നു, എല്ലായ്പ്പോഴും ചെയ്യുന്നത് തന്നെ ചെയ്യുന്നു, ആ പിന്നെ അതേപോലെ ആ തദൈവ എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിലൊരു മാറ്റം എന്നുള്ളത് നമ്മ എപ്പോഴാ തിരിച്ചറിയുക? അത് നമ്മൾ എപ്പോഴാണോ ഏതൊരു കാര്യത്തിനും പ്രയോറിറ്റി കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഫീൽ ചെയ്യുന്ന അല്ലെ മനസ്സിലാക്കുന്ന, അപ്പോൾ തൊട്ടാണ് അതിലൊരു മാറ്റം ഉണ്ടാവുക. ഞാൻ എന്നും നടക്കുന്നുണ്ട്, ആ നടപ്പിന് ഞാനൊരു പ്രത്യേകതയും കൽപ്പിച്ചിട്ടില്ല. ഒരു ദിവസം ഞാൻ നന്നായി സ്പീഡിൽ നടന്നു കഴിയുമ്പോൾ ഇന്ന് എനിക്ക് നന്നായിട്ട് സ്പീഡിൽ നടക്കാൻ പറ്റിയല്ലോ എന്ന് ഞാൻ ശ്രദ്ധിക്കുമ്പോഴാണ് അതിന് മാറ്റം എന്ന് എനിക്ക് പറയാൻ സാധിക്കുക. നമ്മൾ ശ്രദ്ധിക്കാതെ മാറ്റമില്ലാതെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നും ഞാൻ സംസാരിക്കുന്നുണ്ട്, അതിലെന്താ എത്ര പ്രത്യേകത? ഞാൻ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഒന്ന് സംസാരിക്കാൻ പറ്റാതായി കഴിയുമ്പോഴാണ് നമ്മൾ എന്തറിയുന്നത്, എൻ്റെ സംസാരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. കുറച്ചു ദിവസം ഒന്ന് നടക്കാതിരുന്നിട്ട് നമ്മൾ നടക്കുമ്പോൾ ആ നടത്തത്തിനൊരു പ്രത്യേകത നമ്മൾ കൽപ്പിക്കും, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എന്നും അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രയോറിറ്റി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നും ഫുഡ് കഴിക്കുന്നുണ്ട്, ഇത് എന്നുള്ളതാണ് എന്നുള്ളത്. ഒരു നേരം നമുക്ക് ഇല്ലാണ്ട് വരുമ്പോൾ ആ ഫുഡിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയുള്ളൂ. അപ്പൊ ഇതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് കളഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കും തോറും നമുക്ക് എന്താ സംഭവിക്കുന്നേ? എപ്പോഴെങ്കിലും വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മളിലേക്ക് വരികയും എപ്പോഴും വേണ്ടുന്ന പല കാര്യങ്ങളും കട്ടായി കട്ടായി പോവുകയും ചെയ്യുന്നുണ്ട്. എത്ര പേര് ആ നടത്തത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്? ആ ശ്വാസത്തിന്റെ മാറ്റങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്? പലരും ശ്രദ്ധിക്കുന്നുണ്ടാവും, എന്താണ്, കുറച്ച് സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര കിതപ്പാണ് കേട്ടോ. അല്ലാത്തപ്പോ എന്താ ആ കിതപ്പിനെ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ നമ്മൾ അറിയാത്തത് എന്താണ്? ഇതേപോലെ നമ്മളെ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. നമ്മളെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിലെ ചിന്തകളെ ഞാൻ അറിയണം എന്നുള്ളതാണ്. അത് എന്നിലേക്ക് എന്തൊക്കെ കൊണ്ടു തരുന്നുണ്ട് എന്ന് അറിയണം എന്നുള്ളതാണ്. ആ ചിന്തകൾ കൊണ്ട് എനിക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന നിമിഷം പിന്നെ ആ ചിന്തകൾ വരുമ്പോൾ ഞാൻ തിരിച്ചറിയില്ലേ, ആ ചിന്തകൾ എനിക്ക് വേണ്ടതല്ല എന്ന് തിരിച്ചറിയില്ലേ? അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ചിന്തകളിലൂടെ, അല്ലെ നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങളുടെ സംസാരത്തിലൂടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ഒന്ന് റിയലൈസ് ചെയ്തിട്ടൊന്ന് എഴുതി വെച്ചേ. എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവുക?
മിതമായി സംസാരിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മൾക്ക്, ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ പറയുമല്ലോ, മിതമായി പതിയെ സംസാരിക്കുക അല്ലെങ്കിൽ മിതമായി സംസാരിക്കുക എന്ന് പറയും, ഒരുപാട് സംസാരിക്കണ്ട എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ, അഫർമേഷൻ എന്താണെന്ന് പഠിക്കുമ്പോൾ ആ മിതമായി സംസാരിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നതെല്ലാം അഫർമേഷനുകളായിട്ടാണ്, അതെല്ലാം നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഉള്ളതും വേണ്ടതും വേണ്ടാത്തതും എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതൊക്കെ എന്താ സംഭവിക്കുന്നത്, നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുക ചെയ്യുന്നത്. അപ്പോൾ ഒരു മിതത്വം സംസാരത്തിലാണല്ലോ, മിതത്വം നമ്മൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാകും ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമ്മളിൽ നിന്നും മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ആ, ഒന്ന് ചിന്തിച്ചു നോക്കേ. നമ്മൾ ഫോൺ വിളിക്കുന്നുണ്ട്, ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാ സംസാരിക്കാനുള്ളത്? എത്ര പേര് ഫോൺ വിളിച്ചു കഴിയുമ്പോഴത്തേക്ക് സന്തോഷകരമായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരുണ്ട്? അതോ വിളിച്ചു കഴിയുമ്പം ഇല്ലായ്മയും വല്ലായ്മയും പോരായ്മയും ആ കാര്യവും ഈ കാര്യവും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? ഒന്ന് ആലോചിച്ച്, നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരാളുടെ കാര്യമായിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്നത് എന്തും നിങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ പിന്നെ അത്രയും കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുമോ? ഞാൻ പറയുന്നതെല്ലാം എന്നിലേക്ക് തന്നെ വരുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് അല്ലെ മറ്റുള്ളവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വാതോരാതെ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുമോ? അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ ഒരു രോഗാവസ്ഥ അതിങ്ങനെ പാട്ടുപോലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ, റിലേഷൻഷിപ്പിലുണ്ടായ പ്രശ്നങ്ങൾ, ഇത് നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പറയുന്നുണ്ട്, അത് നമ്മുടെ മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി പറയുന്നതാണ്. അതുകൂടാതെ നമ്മൾ സംസാരിക്കുന്ന എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളിൽ എന്തായിരിക്കും സംഭവിക്കുക? ആരെങ്കിലും ഒന്നൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും നമ്മളിൽ സംഭവിക്കുക? നമ്മളാ പറയുന്നത് ആവർത്തിക്കും, അട്രാക്ട് ചെയ്യും. യെസ്. അപ്പൊ ശരിക്കും നെറ്റിന് നമ്മളില് പ്രോബ്ലം ഉണ്ടാവും. എനിക്ക് മാത്രമേ ഉള്ളത്, കേൾക്കണില്ല. അത് മാമിന്റെ, പ്രോബ്ലം ഇല്ലല്ലോ. ഇല്ലല്ല, സൗണ്ട് ഉണ്ട്. അപ്പൊ ഇതിലൊന്ന് മനസ്സിലാക്കിയേ, നമ്മൾക്ക് അപ്പൊ നമ്മൾ കൂടുതൽ ഇങ്ങനെ ആ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്ത് പറഞ്ഞ് സംസാരിച്ച് സംസാരിച്ച് അതിനെ നമ്മളിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടോ? നമ്മളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമുണ്ടോ? അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? എന്നിലേക്ക് വരുന്ന പല കാര്യങ്ങളെയും, അതായത് പല ബുദ്ധിമുട്ടും പ്രയാസങ്ങളെയും എൻ്റെ നാവ് കൊണ്ട് തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെ എനിക്ക് വരുത്തണ്ട എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ലേ? സാധിക്കുമോ? യെസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുഴപ്പമില്ല എന്ന് പറയുന്നതും അൽഹംദുലില്ല എന്ന് പറയുന്നതും സുഖമായിരിക്കുന്നു എന്ന് പറയുന്നതും റിപ്പീറ്റഡ്ലി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളിൽ വരുന്ന മാറ്റം എത്ര അത്ഭുതകരമായിരിക്കും. ഒറ്റ വാക്കേ നമ്മൾ മാറ്റുന്നുള്ളൂ. ആ കുഴപ്പമില്ല എന്നുള്ള ഒരു വാക്കിനെ മാറ്റിയിട്ട്, ഇല്ലെങ്കിൽ ആ സുഖമായിരിക്കുന്നു, ആ ആയിൽ വരുന്ന ആ ഒരു ഫീൽ എന്താണ്? എന്തായിരിക്കും? സന്തോഷത്തോടു കൂടിയാണോ പറയുന്നത്? അതോ വിഷമത്തോടു കൂടിയാണോ പറയുന്നത്? എന്തായിരിക്കും? അപ്പൊ അതിനെ ഒന്ന് തിരിച്ചറിയാവുന്നതാ. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞ എന്താ വെച്ചാല്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ഒന്ന് നല്ല പ്രൗഡ് ഫീലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു നിമിഷത്തില്
നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. എന്നെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് എന്താണ് ഫീൽ, എനിക്ക് എന്നെക്കുറിച്ച് എന്താണ് ഫീല്? സെറ്റാണ് അല്ലെ, അൽഹംദുലില്ലാ ഹൈറാണ്, അല്ലെങ്കിൽ നല്ല ഹാപ്പിയാണ്, അല്ലെ ഞാൻ നല്ല മിടുക്കിയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീല് തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നുണ്ടോ? ഒന്ന് റിയലൈസ് ചെയ്തിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും എൻ്റെ വിഷമമുള്ള മുഖം, എൻ്റെ ഇല്ലായ്മയെക്കുറിച്ചുള്ള മുഖം, ഇതൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിലിങ്ങനെ കെട്ടിയിടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഞാൻ എനിക്ക് അല്ലെ നമ്മൾ നമുക്ക് വില കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ജന്മം കൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഒന്നും അംഗീകരിക്കപ്പെടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നമ്മൾ അറിയേണ്ടത്, നമ്മളിൽ ഓരോ രോഗാവസ്ഥയുടെയും കാരണം അവഗണിക്കൽ ഏറ്റവും കൂടുതലുണ്ട്. അത് സെൽഫിനെ അവഗണിക്കുന്നത്, അവോയ്ഡ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ ബ്ലെയിം ചെയ്യുന്നത്, നമ്മൾ ഭയക്കുന്നത്, അതായത് നമ്മൾക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകിയിട്ടും നമ്മൾ സംസാരിക്കാതിരിക്കുന്നത് നമ്മുടെ ഭയം കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കൂടുതൽ 90% രോഗങ്ങളുടെയും കാരണം എന്താണ് വരുന്നത്? ഭയം എന്നുള്ളതാണ്. ഈ ഭയം എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും എനിക്കതിന് വേറെ പേടിയൊന്നും ഇല്ലല്ലോ എന്ന് പറയും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക, ഒന്ന് സംസാരിക്കാൻ നിങ്ങൾ ഭയക്കുന്നുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാൻ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അത് ചിന്തിക്കുമ്പോൾ തന്നെ അയ്യോ അതൊന്നും നടപടിയാവത്തില്ല എന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നെന്നുണ്ടെങ്കിൽ ആ ഭയത്തെ നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പുറത്തേക്ക് നമ്മളെ വെളിവാക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചറിയാൻ പറ്റത്തില്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ട്രൂ സെൽഫ് അവിടെ നല്ല ബുദ്ധിമുട്ടി ഒന്ന് ഞെരുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പൊ നാം അറിയേണ്ടത് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ എങ്ങനെയാണ്, അതൊന്ന് തിരിച്ചറിയുക. ഇന്നത്തെ ദിവസം നമ്മുടെ ഉള്ളിലെ നാം എങ്ങനെയാണ്? സന്തോഷത്തിലാണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ നല്ല ഹാപ്പിയാണ്. യെസ്, എന്തുകൊണ്ടാ ഹാപ്പി? ആ ഹാപ്പിനെസിന്റെ കാരണങ്ങൾ എഴുതിപ്പോയി നോക്കിയേ. അല്ല ഞാൻ ആകെ സങ്കടത്തിലാണ്, അല്ല എൻ്റെ ഉള്ളിൽ എന്തോ ഭയങ്കര വിഷമാണ്, ആ വിഷമത്തിന്റെ കാരണങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. അതിലും വരും ഓരോ ചോദ്യത്തിലും ആണോ അല്ലേ, ആ രണ്ടെണ്ണത്തിനും ആൻസർ എഴുതി പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര പേർക്ക് സ്വന്തത്തെ തിരിച്ചറിയണമെന്ന് ആഗ്രഹമുണ്ട്? ആ സ്വന്തത്തെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആയിട്ട് അൺകണ്ടീഷണലി എത്തിച്ചേരാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നമ്മളെ കണ്ടെത്തിയിട്ട് ആ ചെയ്യുന്ന ഒരു പ്രെയർ, ആ പറയുന്ന ഓരോ ദിക്റുകൾ, ഓരോ പ്രാർത്ഥനകൾ, അത് എന്തുമാവട്ടെ അത് ഹാർട്ട് ഓറിയന്റഡ് ആയിട്ടുണ്ടായിരിക്കും. അല്ലാത്തതെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നാവ് കൊണ്ട് പറയുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്, മറ്റു പല ടൂൾസും കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്ന കാര്യം എപ്പോഴും പഴമക്കാർ പറയുന്ന പോലെ പുറമോടിയിൽ മാത്രമാണ് അതുണ്ടാവുക. അകമേ അതിനെ ഏശുന്നില്ല എന്നുള്ളതാണ്, അത് അകമേ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പുതുതായിട്ട് ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, താങ്ക് യു പറയാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ആ പറയുന്നത് ഹൃദയത്തിൽ നിന്നാണോ എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ അവിടെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സെൽഫ് ടോക്ക് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ?
സെൽഫ് ടോക്ക് നമ്മൾ നോക്കേണ്ടതുണ്ടോ, ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഓരോ കാര്യത്തിലും? സെൽഫ് ടോക്കിലൂടെ നമ്മൾക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ ഇന്ന് ഒരു ദിവസത്തെ ഒരു ലൈഫ് ഒന്ന് കൊണ്ടുവന്ന് നോക്കുക. എല്ലാവരും കഴിഞ്ഞ ദിവസം ആ മിറർ പ്രാക്ടീസിന്റെ ഒരു ക്ലാസ്സിലൂടെ തന്നെ എല്ലാവരും പവർഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണ് അന്നത്തെ ദിവസത്തേക്കുള്ള എനർജി രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കൈകൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കട്ടിലേന്നൊന്നങ്ങ് അനങ്ങി ഒന്ന് കണ്ണ് തുറക്കുമ്പോൾ തന്നെ അവിടെ വേദന, ഇവിടെ വേദന, ഒരു അസ്വസ്ഥത, ഇതൊക്കെയാണ് ചിന്തിച്ച് എഴുന്നേൽക്കുന്നതെങ്കിൽ അപ്പൊ തൊട്ട് നമ്മുടെ ഉള്ളിൽ ടോക്ക് തുടങ്ങുകയാണ്. ആ, എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ ഉള്ളില്. എന്താ അപ്പോ അവിടെ വേദന എടുക്കുന്നത്, ഇവിടെ വേദന, സാരില്ല പോട്ടെ, എന്തായാലും ചെയ്യണ്ടേന്ന് വിചാരിച്ച് എഴുന്നേറ്റ് അങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. ആ ടോക്ക് അവിടെ തുടങ്ങുമ്പം അപ്പൊ തന്നെ നമ്മുടെ എനർജിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അന്നത്തെ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ആ ടോക്കിലൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്തുണ്ടാവും, ആ കാര്യങ്ങൾ ഇങ്ങനെ പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും. ഓരോന്ന് ചെയ്യുമ്പോഴും ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നമ്മളിലേക്ക് വന്നിട്ട് നമ്മൾ എത്ര കാര്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എന്തുണ്ടാവും, അതിലൊരു നെഗറ്റീവായിട്ട് കാര്യങ്ങൾ കയറി വരുന്നുണ്ടാവും. അതേസമയം നാം രാവിലെ ഉണരുമ്പോൾ തന്നെ നമുക്കുള്ളതിന് നന്ദി പറയാം. കാലുവേദന ഉണ്ടോ? ഓക്കെ, പക്ഷെ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടല്ലോ. കൈക്ക് വേദന ഉണ്ടോ? സാരില്ല, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ആ കൈകൾ കൊണ്ട് ഞാൻ പലതും ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ഹംദു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ സെൽഫ് ടോക്കില് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളെ കുറിച്ച്, അല്ലെ നമ്മുടെ ലൈഫ് പാർട്ട്ണറെ കുറിച്ച്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കാര്യങ്ങൾ, അല്ലെ നമ്മളുമായി കണക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുക? രാവിലെ മക്കൾ എഴുന്നേക്കാത്തപ്പോൾ തന്നെ ഉള്ളിൽ അത് ഇന്നത്തെ പോലെ ഇങ്ങനെ തന്നെയാണ്, എഴുന്നേക്കോ ഇല്ല, എന്നിട്ട് സമയമാകുമ്പോൾ തിരക്കിട്ട് ഇതായി. നമ്മൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം, കച്ചറ പിടിക്കുകയാണ്. ആ കച്ചറ പിടിക്കുന്നത് കൊണ്ടും നമ്മൾ ആരെങ്കിലുമായിട്ട് തർക്കിക്കുന്നത് കൊണ്ടും നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്, നമ്മുടെ എനർജി ലോ ആകുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്രത്തോളം കണക്റ്റഡ് ആകുന്നുണ്ടെന്നൊന്ന് മനസ്സിലാക്കിക്കേ. രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകുമ്പോൾ ആ നമസ്കാരം എന്നുള്ളത് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു നമസ്കാരം കളഞ്ഞാൽ അല്ലെങ്കിൽ ഇതായി പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മളോടുള്ള ഇഷ്ടത്തോടു കൂടി അല്ല ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്ടത്തോടു കൂടി എനിക്കിന്ന് ഉണരാൻ സാധിച്ചത് കൊണ്ട്, എനിക്ക് പ്രാർത്ഥന ചെയ്യാൻ സാധിച്ചതിന് താങ്ക് യു പറഞ്ഞുകൊണ്ട്, ഹംദ് പറഞ്ഞുകൊണ്ട് ആ കാര്യം ചെയ്യുമ്പോൾ അത് നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് ആ സ്നേഹത്തെയാണ് നൽകുന്നത്, ഭയത്തെ അല്ല നൽകുന്നത്. അപ്പൊ ഭയപ്പാടോട് കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു വലിച്ചിലുണ്ടാവും. നമ്മൾ ആർക്കോ വേണ്ടി അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ചെയ്യുന്ന ഒരു ഫീൽ ആയിരിക്കും. പക്ഷെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തു നോക്കുക. രാവിലെ ഉണരുന്നത്, സംസാരിക്കുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ എത്രത്തോളം ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്, അതോ ഞാൻ എന്നെ ജഡ്ജ് ചെയ്തിട്ടാണോ? ഇതിപ്പം എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പോരായ്മയിലൂടെയാണോ നമ്മൾ ചെയ്യുന്നത്? അതൊന്ന് നിങ്ങളൊന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് ടോക്കിൽ നമുക്ക് വേണ്ടുന്ന പല കാര്യങ്ങളെയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എങ്ങനെയായിരിക്കും സെൽഫ് ടോക്കിലൂടെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ സാധിക്കുക? വിഷ്വലൈസേഷൻ എല്ലാവരും പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ? ആ വിഷ്വലൈസേഷനിൽ എങ്ങനെയായിരിക്കും നമ്മൾ സെൽഫ് ടോക്കുമായിട്ട് കണക്റ്റഡ് ആക്കാൻ പറ്റുക? നമ്മളെ തന്നെ പുകഴ്ത്തി പറയാ, നമ്മളെ തന്നെ നമ്മളുടെ എല്ലാം നല്ലതാന്നുള്ള. ഓക്കെ,
അപ്പൊ ഈ സെൽഫ് ഈ ടോക്കില് ലോകത്ത് ചെറ്റുന്നുള്ള ഓക്കെ ഓക്കെ, നമ്മളിപ്പോ സെൽഫ് ടോക്കിലൂടെ വോയിസ് നമ്മള് എന്തായിരിക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയായിരിക്കും? എനിക്ക് ഇന്നത്, ഇന്ന് എനിക്കത് കിട്ടുമോ, ശരിയായാ മതിയായിരുന്നു, റെഡി ആക്കിട്ടിയാ നല്ലതായിരുന്നു. നമ്മളിത് ആരോടും പറയല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ സംസാരിക്കുക ചെയ്യണേ. അതെന്താ സംഭവിപ്പിക്കുക? അത് ശരിയാവേണ്ട കാര്യത്തെ പോലും എന്താക്കുന്നുണ്ടാവും, നമ്മുടെ ഉള്ളിലെ എനർജി കൊണ്ട് അതിനെ പല രീതിയിലും അത് ലാഗാക്കുന്നുണ്ടാവും. ഏതൊരു കാര്യത്തിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും അത് സെറ്റാണ്, അത് റെഡിയായി കിട്ടുമെന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയും അതിലെത്തിപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. യെസ്, നമ്മൾ രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴായിക്കോട്ടെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ ശരിയാകും, ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കും. ഈ ശ്രമിക്കും എന്നുള്ളതും ചെയ്യും എന്നുള്ളതും രണ്ടും രണ്ടാണ്. ശ്രമിക്കും എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ ചെയ്യും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ചെയ്യാനുള്ള ആക്ഷൻ എടുത്തു തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ എക്സാമിന്റെ കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് എക്സാമിൽ പാസ്സാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മുൻകൂറെ കാണാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ ഇത്രാം തീയതി എക്സാം ആണ്. യെസ്, അതിൽ എത്രത്തോളം കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനിത് ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിത് നല്ല ഓർമ്മയിൽ അത് എഴുതാൻ കഴിയും. അതിൽ എനിക്ക് ഇത്ര മാർക്ക് പാസ്സാകാൻ, ഇത്ര മാർക്ക് എനിക്ക് ലഭിക്കുകയും ചെയ്യും. ഞാനിത് നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് മനസ്സിൽ കരുതിയിട്ട് കുറച്ച് കഴിയുമ്പം അച്ചോ അതൊക്കെ ഞാൻ മറന്നു പോയോ, അല്ല ഇത് ശരിയാകുമോ, ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതവിടെ റെഡി ആവത്തില്ല. അതായത് ഗ്രാറ്റിറ്റ്യൂഡും പരാതിയും ഒരിക്കലും എന്തുണ്ടാവില്ല, സെറ്റായി പോകത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അതിനുശേഷം അതിൽ ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. എന്നിട്ട് എല്ലാവരും എന്താ പറയാ, ആ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കരുതി എല്ലാം റെഡിയാക്കിയതൊക്കെയാ, എന്നിട്ട് അതെനിക്കത് കിട്ടിയില്ലല്ലോ. പക്ഷെ അത് കിട്ടാതെ വന്നതിന്റെ കാരണം അവരവരുടെ ഉള്ളിൽ തന്നെ ആ ഒരു സംശയത്തിന്റെ നിഴല് വന്നത് കൊണ്ടാണെന്ന് ആരും പറയില്ല. ഈവൻ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ്, പല കാര്യങ്ങളും കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളത് കിട്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടും കിട്ടാതെ വന്നത് ചെറിയൊരു ഡൗട്ട് നമ്മുടെ ഉള്ളിൽ കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടല്ലേ? എൻ്റെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തുണ്ടാവും, ഞാൻ തന്നെ ഡൗട്ട് അടിക്കും. ചെയ്യാനെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് എന്തായിരിക്കും ചെയ്യാം, അത് കഴിയുമ്പോഴത്തേക്ക് ആലോചിക്കും, ഇത് ചെറിയൊരു ഡൗട്ടിലൂടെ പോയാൽ മതി. നമ്മുടെ ആ വിശ്വാസം നമ്മൾ നമ്മളോട് കാണിക്കുന്ന നീതികേടാണ്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് നേടണമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സെൽഫ് ടോക്കിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് പോലെ പവർഫുൾ ആണ് ഈ സെൽഫ് ടോക്കും. എന്താണോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നടക്കുക, നമ്മൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. അതിനെ അറിഞ്ഞൊന്ന് ചെയ്യുമ്പോൾ നമ്മൾ 1,50,000 ഒക്കെ ചൊല്ലുന്നതിൽ 10 20 അല്ലെങ്കിൽ 100 1000 ആയിരിക്കും നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ട് ചൊല്ലുന്നത്. അതിൻ്റെ ആ ഒരു ഫലം കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, ആ കാര്യം സാധിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്തും നമ്മുടെ ഉള്ളിൽ നിന്നും അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്, സംശയമില്ലാതെ. ഇപ്പം ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആർക്കും അത് അറിയാൻ കഴിയും. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഇതാണ്, പരാതി ഇല്ലാതെ പരിഭവം ഇല്ലാതെ നമുക്കൊരു ദിവസം കടന്നു പോകാൻ സാധിച്ചാൽ അത് ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. പരാതിപ്പെടുമ്പം നമ്മളിലുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ലോ ആയിക്കൊണ്ടേയിരിക്കും. പരിഭവപ്പെടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ലോ ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എപ്പോഴും ഞാൻ എല്ലാം ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഈ പരാതിയെ കലർത്താതിരുന്നാൽ ജീവിതത്തിൽ നമുക്ക് സക്സസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇന്നും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് ചെയ്തിരുന്ന അതേ അഫർമേഷൻസുകൾ ഇന്നും ഞാൻ ചെയ്യുന്നുണ്ട്. 2 വർഷമായിട്ടും അതേപോലെ ചെയ്തുകൊണ്ട് പോകുന്ന അഫർമേഷൻ ഉണ്ട്.
ഇപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട്. എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. 2 എഴുതാൻ പറ്റുള്ളൂ, 4 എഴുതാൻ പറ്റുള്ളൂ, 10 എഴുതാൻ പറ്റുള്ളൂ, മതി. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്നും ചെയ്യുന്നുണ്ട്. ആ മിററിൽ നോക്കിയിട്ടുള്ള കാര്യങ്ങളോ, അത് ഈസി ആയിട്ട് കണ്ണടച്ചിരുന്നിട്ട് നമുക്ക് എവിടെയും മിറർ വേണ്ട, എവിടെയും ഇരുന്നിട്ട് നമുക്ക് കണ്ണടച്ചിരുന്നിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെയും നമ്മുടെ സെൽഫ് ടോക്കുകളാണെന്നുള്ളതാണ്. മിററിൽ നമ്മൾ നോക്കിയിട്ട് പറയുന്നത് നമ്മുടെ സെൽഫ് ടോക്ക് തന്നെയല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് നമ്മുടെ സെൽഫ് ടോക്ക് അല്ലേ? അത് എഴുതുമ്പോൾ നമ്മൾ മുഴുവനായും അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അതിനെ അനുഭവിച്ച് തന്നെയാണ് നമ്മൾ എഴുതുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം നമ്മൾ എത്ര കാര്യങ്ങൾ, എത്ര ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ടൂളുകളിൽ ഒരെണ്ണമെങ്കിലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയോ റിസൾട്ടുകൾ നമ്മൾക്ക് കിട്ടുമെന്നുള്ളത്. ഒരുപാട് പേർക്ക് റിസൾട്ട് ഇല്ലാത്തവരുണ്ട്. മീൻസ് EFT ചെയ്യുന്നുണ്ട്, മൈൻഡ് പവർ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ട്, പിന്നെന്താണ് ഫോർഗീവ്നെസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ്റെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്തേ റിസൾട്ട് വരാത്തേ? ആ റിസൾട്ട് വരാത്തതിൻ്റെ കാരണം ഇത് മാത്രമാണ്. നമ്മൾ എന്താണോ നമ്മുടെ ഉള്ളിൽ വിശ്വസിക്കുന്നത്, ആ വിശ്വസിക്കുന്ന കാര്യത്തിന് തന്നെ നമ്മൾ പരാതിപ്പെടുകയും പരിഭവപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മളുടെ റിസൾട്ട് ലാഗ് ചെയ്യുന്നുണ്ട്. കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത്രയും ലാഗ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു പ്രയാസവും കാര്യങ്ങളും തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുക, അത് റിസൾട്ട് എന്നുള്ളത് നമ്മെ സൃഷ്ടിച്ചവൻ നമുക്ക് നൽകുന്നതാണ്, നമ്മെ പരിപാലിക്കുന്നവൻ നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടും എനിക്കിത് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ കണ്ടീഷനാണ്, എനിക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്നാണ് വരുന്നത്. അപ്പൊ അൺകണ്ടീഷണലി ചെയ്തു പോകുക എന്നുള്ളതാണ് സെൽഫ് ടോക്കിൽ ഏറ്റവും മുഖ്യമുള്ളത്. ഞാനൊരു കാര്യം ചിന്തിച്ചു, എനിക്ക് ഇന്നത് വേണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പിക്ചറുകൾ കാണുന്നുണ്ട്, അതിൽ ഞാൻ നല്ലവണ്ണം ഫീൽ ചെയ്ത് എനിക്ക് സെറ്റാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞാൻ പിന്നെ എന്നാലും അത് ശരിയായില്ലല്ലോ, ഇതുവരെ എന്താ അത് റെഡിയാവാത്തെ ആ ചിന്ത അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ടോക്ക് എനിക്ക് ആ ലഭിക്കുന്നതിനെ കുറവാക്കി കളയും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നാം എന്താണ്, നാം ഒന്ന് അറിയുക, എന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ടോക്കിലൂടെ ചെയ്യുന്നുണ്ട്, ഹെൽത്തിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിക്കേ. വേഗം ഒന്നൊന്ന് എഴുതി നോക്കിക്കേ, എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ സെൽഫ് ടോക്കുകളാണ് നടത്തുന്നത്. അതേപോലെ തന്നെ വെൽത്തിനെ കുറിച്ച് ഞാൻ എന്തൊക്കെ ടോക്കുകൾ നടത്തുന്നുണ്ട്. അതേപോലെ എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ എന്തൊക്കെ ടോക്കുകൾ എൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റിയലൈസ് ചെയ്തേ. ഈ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. വേറൊരാൾ പറഞ്ഞു തരുന്നതിലും അപ്പുറം നിങ്ങൾ നിങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് ഈ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നിങ്ങൾ മിസ്സായി പോയ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയിപ്പിക്കും എന്നുള്ളതാണ്. ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇത് ശരിയായിരിക്കുമെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കുക, എന്നിട്ട് അതിനൊരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും
മനസ്സിൽ അതിനെ കണ്ടുകൊണ്ട് തന്നെ യെസ് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്ന് ഷെഡ്യൂൾ ചെയ്ത് വിട്ടേക്കും. ചില സമയങ്ങളിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് അയ്യോ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അതല്ല, അപ്പോഴത്തേക്ക് ഞാൻ എന്താ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ബാക്കി ചെയ്യാത്തതിലുള്ള വിഷമം അല്ല നമ്മുടെ ഉള്ളിൽ വരിക. നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സന്തോഷകരമായ ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരും എല്ലാ ദിവസവും എന്താ ചെയ്യുക? ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ ലിസ്റ്റ് എല്ലാവരും എടുക്കുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് 10 എഴുതിയിട്ട് അതിൽ 2 ആയിരിക്കും ചെയ്തത്. ബാക്കി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വെറി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ 10 എഴുതിയിട്ട് ഇന്ന് 2 ചെയ്യാൻ പറ്റിയത് ഇട്ട് കഴിയുമ്പോൾ യെസ് ഇന്ന് ഞാൻ 2 ചെയ്തിട്ടുണ്ട്, എനിക്കത് നാളെ 4 ആക്കാൻ പറ്റും എന്ന് വിചാരിച്ച് അവിടെ ഒരു ചെയ്തതിനുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും മാറ്റം വരിക? വളരെ സന്തോഷമാണോ വരിക, സങ്കടമാണോ വരിക? എന്തായിരിക്കും വരിക? ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ലിസ്റ്റ് ഔട്ട് എടുത്ത് നോക്കിക്കേ. ഇന്ന് ഞാൻ സന്തോഷത്തോടുകൂടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, ടാസ്കുകൾ ഉണ്ടാവും. എല്ലാവരും ടാസ്കുകൾ ഇല്ലാണ്ട് പെട്ടെന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് സെർച്ച് ചെയ്യുക. പക്ഷേ നമ്മൾ അറിഞ്ഞ് അനുഭവിച്ചു പോകുമ്പോഴാണ് അത് എത്രത്തോളം വലുതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുക. ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1 കോടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അത് എന്തൊക്കെ ചെയ്യണമെന്നറിയാതെ നമ്മൾ മിഴിച്ചിരുന്നു പോകും. പക്ഷേ അത് നമുക്ക് ഇത്രയാണ്, ഇത് ഇന്ന കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം എന്നുള്ളൊരു തിരിച്ചറിവ്, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടെങ്കിൽ അത് കിട്ടുമ്പോൾ നമ്മൾ മിഴിച്ച് നിൽക്കുകയല്ല ചെയ്യുക. യെസ് ഇതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവാണ് അവിടെ വരിക. അതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളത് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലൂടെ മാത്രമേ നമ്മൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ടാസ്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് ടോക്കിലൂടെ നിങ്ങൾക്ക് ഹെൽത്തിൽ നിങ്ങൾ എന്തൊക്കെ സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട്, വെൽത്തിൽ എന്തൊക്കെ സെൽഫ് ടോക്ക് നടത്തുന്നുണ്ട്, നിങ്ങളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്നത്, അതേപോലെ തന്നെ എന്താണ് ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ടിക്ക് ഇട്ടിട്ട് അതിലൊന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ സാധിച്ചതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സന്തോഷം ഒന്ന് പ്രകടിപ്പിക്കാനും അതൊന്ന് നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ നല്ല ഒരു ശതമാനം മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഹലോ പറഞ്ഞോളൂ. എന്റെ അടുത്ത് ഞാനൊരു ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഉണ്ട്, ഖുറാന്റെ ഹദീസിലൊക്കെ. അപ്പൊ